ഇറാനും ഇസ്രയേലും തമ്മിലുള്ള നിഴൽ യുദ്ധവും ആഗോള ചാരപ്പടകളുടെ വടംവലിയും പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നു എന്നതിന്റെ വ്യക്തമായ സൂചന നൽകി വടക്ക് പടിഞ്ഞാറൻ ഇറാനിൽ വൻ നയതന്ത്ര സൈനിക അട്ടിമറി നീക്കം തകർത്തതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അമേരിക്കയുടെ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയും ഇസ്രയേലിന്റെ മൊസാദും സംയുക്തമായി രൂപീകരിച്ച ഒരു അതീവ രഹസ്യ ചാരസംഘത്തെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് വൺ ഓപ്പറേഷനിലൂടെ തകർത്തതായാണ് ടെഹ്റാൻ അവകാശപ്പെടുന്നത്. പശ്ചിമേഷ്യയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നതാണ് ഈ പുതിയ സുരക്ഷാ പ്രഖ്യാപനം. ഇറാന്റെ വടക്കു പടിഞ്ഞാറൻ അതിർത്തി മേഖലകളെ കേന്ദ്രീകരിച്ചാണ് IRGCയുടെ ഇന്റലിജൻസ് വിംഗ് ഈ അത്യാധുനികമായ കൗണ്ടർ ഇന്റലിജൻസ് ഓപ്പറേഷൻ ആസൂത്രണം ചെയ്തത്. കഴിഞ്ഞ കുറെ മാസങ്ങളായി ഈ മേഖലയിൽ സംശയാസ്പദമായ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ചില ഗ്രൂപ്പുകളെ ഇറാനിയൻ രഹസ്യാന്വേഷണ വിഭാഗം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയായിരുന്നു. കൃത്യമായ ഡിജിറ്റൽ തെളിവുകളുടെയും മനുഷ്യചാരന്മാരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഒടുവിൽ IRGC ഈ റെയ്ഡ് നടത്തിയത്. അതിർത്തി കടന്നുള്ള അട്ടിമറി പ്രവർത്തനങ്ങൾക്കും ഇറാന്റെ ആഭ്യന്തര സുരക്ഷയെ തകർക്കുന്നതിനുമുള്ള കൃത്യമായ ദൗത്യങ്ങളുമായാണ് ഈ CIA മൊസാദ് സംയുക്ത സംഘം ഇറാനിയൻ മണ്ണിൽ ക്യാമ്പ് ചെയ്തിരുന്നതെന്നാണ് ടെഹ്റാൻ ആരോപിക്കുന്നത്. ഇറാനിലെ തന്ത്രപ്രധാന സൈനിക താവളങ്ങളെയും ആണവ ഗവേഷണ കേന്ദ്രങ്ങളെയും കുറിച്ചുള്ള അതീവ രഹസ്യ വിവരങ്ങൾ ചോർത്തുക എന്നതായിരുന്നു ഇവരുടെ പ്രാഥമിക ലക്ഷ്യം. ഇതിനായി അത്യാധുനിക ആശയവിനിമയ സംവിധാനങ്ങളും ഉപഗ്രഹ സാങ്കേതിക വിദ്യകളും ഇവർ ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. പിടിച്ചെടുക്കപ്പെട്ട ചാരസംഘത്തിൽ നിന്നും വൻതോതിലുള്ള ആയുധ ശേഖരവും മാരകമായ സ്ഫോടക വസ്തുക്കളും ഡിജിറ്റൽ രേഖകളും ഇറാന്റെ സുരക്ഷാ സേന കണ്ടെടുത്തു. ഇറാനിലെ പ്രമുഖ ശാസ്ത്രജ്ഞരെയോ സൈനിക ഉദ്യോഗസ്ഥരെയോ ലക്ഷ്യമിട്ടുള്ള വധശ്രമങ്ങൾക്കോ അല്ലെങ്കിൽ വലിയ തോതിലുള്ള അട്ടിമറി സ്ഫോടനങ്ങൾക്കോ ഇവർ പദ്ധതിയിട്ടിരുന്നു എന്നതിന്റെ തെളിവുകളാണ് ഇവയെന്ന് IRGC വക്താക്കൾ വ്യക്തമാക്കുന്നു. ഈ റെയ്ഡിലൂടെ രാജ്യം നേരിടാനിരുന്ന വലിയൊരു ദുരന്തമാണ് ഒഴിവായതെന്നും അവർ അവകാശപ്പെടുന്നു. ഭൂമിശാസ്ത്രപരമായി ഏറെ തന്ത്രപ്രധാനമായ വടക്കു പടിഞ്ഞാറൻ ഇറാന്റെ അതിർത്തി മേഖലകൾ പലപ്പോഴും വിദേശ ചാര സംഘടനകൾ നുഴഞ്ഞുകയറ്റത്തിനായി ഉപയോഗിക്കാറുണ്ട്. കുർദിഷ് മേഖലകളോടും മറ്റ് അയൽ രാജ്യങ്ങളോടും ചേർന്ന് കിടക്കുന്ന ഈ പ്രവിശ്യയിൽ പ്രാദേശിക അസംതൃപ്തി മുതലെടുക്കാനും സായുധ ഗ്രൂപ്പുകളെ ധനസഹായം നൽകി വളർത്താനും പാശ്ചാത്യ ഏജൻസികൾ ശ്രമിക്കുന്നുണ്ടെന്നാണ് ഇറാന്റെ പണ്ട് മുതൽക്കേയുള്ള ആക്ഷേപം. ഈ സാഹചര്യത്തിലാണ് പുതിയ ചാരസംഘത്തെ പിടികൂടിയത് വലിയൊരു തന്ത്രപരമായ വിജയമായി ഇറാൻ ഉയർത്തിക്കാട്ടുന്നത്. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള ആണവ ചർച്ചകൾ പൂർണ്ണമായി മരവിക്കുകയും മിഡിൽ ഈസ്റ്റിൽ യുദ്ധഭീതി നിലനിൽക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ഈ ചാരവേട്ട നടക്കുന്നത്. അമേരിക്കയും ഇസ്രയേലും തങ്ങളെ ആഭ്യന്തരമായി ദുർബലപ്പെടുത്താൻ നിരന്തരം ശ്രമിക്കുകയാണെന്നും എന്നാൽ തങ്ങളുടെ പ്രതിരോധ കോട്ടകൾ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്നുമുള്ള ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ ഇറാൻ ലോകത്തിന് നൽകുന്നത്. ഈ സംഭവം പുറത്തു വന്നതോടെ മേഖലയിൽ നയതന്ത്ര സമ്മർദ്ദം ഇനിയും വർദ്ധിക്കും. മൊസാദും CIA സംയുക്തമായി ഒരു ഓപ്പറേഷൻ നടത്തുമ്പോൾ ഉപയോഗിക്കുന്ന അതിസങ്കീർണമായ കോഡിംഗ് രീതികളും സ്ലീപ്പർ സെൽ ശൃംഖലകളും തകർക്കാൻ കഴിഞ്ഞത് ഇറാന്റെ ഇന്റലിജൻസ് ശേഷിയുടെ വലിയൊരു തെളിവായാണ് വിലയിരുത്തപ്പെടുന്നത്. വെറും ഒരു പ്രാദേശിക സുരക്ഷാ നീക്കത്തിനപ്പുറം ആഗോളതലത്തിലെ വൻകിട ചാര സംഘടനകളെ തങ്ങൾ ബുദ്ധിപരമായി പരാജയപ്പെടുത്തിയെന്നാണ് IRGC മാധ്യമങ്ങളിലൂടെ അവകാശപ്പെടുന്നത്. ഇത് ഇറാനിയൻ സൈന്യത്തിന്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കിയിട്ടുണ്ട്. അറസ്റ്റിലായ ചാരസംഘത്തിലെ അംഗങ്ങളെ കുറിച്ചുള്ള കൂടുതൽ വ്യക്തിഗത വിവരങ്ങളോ അവരുടെ പൗരത്വമോ ഇറാഖ് അല്ലെങ്കിൽ ഇസ്രയേൽ ബന്ധങ്ങളോ ഇറാൻ ഇതുവരെ പൂർണ്ണമായും വെളിപ്പെടുത്തിയിട്ടില്ല. എങ്കിലും പിടിയിലായവരിൽ ചിലർക്ക് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേക സൈനിക ചാര പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്ന പ്രാഥമിക ചോദ്യം ചെയ്യലിൽ വ്യക്തമായിട്ടുണ്ട്. പ്രതികളെ അതീവ സുരക്ഷിതമായ സൈനിക തടവറയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതേസമയം ഇറാന്റെ ഈ പുതിയ അവകാശവാദങ്ങളോട് അമേരിക്കൻ ചാര സംഘടനയായ CIA ഇസ്രയേലിന്റെ മൊസാദോ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. സാധാരണയായി ഇത്തരം അതീവ രഹസ്യചാര ഓപ്പറേഷനുകൾ പരാജയപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ശത്രു രാജ്യം അത് പരസ്യപ്പെടുത്തുമ്പോഴോ പാശ്ചാത്യ ഏജൻസികൾ നിശബ്ദത പാലിക്കുകയാണ് പതിവ്. ഈ മൗനം പലപ്പോഴും ഇത്തരം സംഭവങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇസ്രായേൽ മണ്ണിൽ ഇറാന്റെ ചാരന്മാർ പിടിയിലാകുന്നതിന് പകരമായി ഇറാൻ മണ്ണിൽ ഇസ്രായേൽ കളിമെനയുന്ന ഈ രീതി പശ്ചിമേഷ്യയിലെ ചാരയുദ്ധത്തിന്റെ ദീർഘകാല സ്വഭാവമാണ്. തങ്ങളുടെ ആണവ പദ്ധതികളെ അട്ടിമറിക്കാൻ ഇസ്രായേൽ നടത്തുന്ന സൈബർ ആക്രമണങ്ങൾക്കും ശാസ്ത്രജ്ഞരുടെ കൊലപാതകങ്ങൾക്കും തിരിച്ചടി നൽകാൻ ഇറാൻ തങ്ങളുടെ ആഭ്യന്തര സുരക്ഷാ വലയം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. വിദേശികളായ വിനോദസഞ്ചാരികളെയും യുദ്ധപൗരത്വമുള്ള ഇറാനികളെയും നിരീക്ഷിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ്. ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ IRGCക്ക് വലിയ സ്വാധീനമുണ്ട്. ഈ ചാരവിജയം രാജ്യത്തിനുള്ളിൽ ഭരണകൂടത്തിന് ജനപിന്തുണ വർദ്ധിപ്പിക്കാൻ സഹായിക്കും.
വിദേശ ശക്തികളുടെ ഭീഷണിയെ നേരിടാൻ രാജ്യം സന്നദ്ധമാണെന്ന് കാണിക്കുന്നതിലൂടെ ജനങ്ങൾക്കിടയിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലമുള്ള അസംതൃപ്തി മറികടക്കാൻ ഭരണകൂടം ശ്രമിച്ചേക്കാം. IRGCയുടെ കരുത്ത് വിളിച്ചോതുന്ന പ്രചാരണങ്ങളാണ് ഇപ്പോൾ ഇറാനിയൻ മാധ്യമങ്ങളിൽ നിറയുന്നത്. ഈ സംഭവത്തെ തുടർന്ന് വടക്കു പടിഞ്ഞാറൻ അതിർത്തികളിൽ ഇറാൻ കനത്ത സൈനിക വിന്യാസവും വ്യോമ നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിർത്തി കടന്നുള്ള കള്ളക്കടത്തുകളും യാത്രകളും കർശനമായി നിയന്ത്രിക്കാനാണ് പ്രാദേശിക കമാൻഡർമാരുടെ തീരുമാനം. ഇറാന്റെ സുരക്ഷാ ഏജൻസികൾ അതിർത്തി രാജ്യങ്ങളിലെ സുരക്ഷാ വിഭാഗങ്ങളുമായി ഈ വിഷയത്തിൽ ചർച്ചകൾ നടത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള നിരീക്ഷണത്തിനപ്പുറം മനുഷ്യരിലൂടെയുള്ള വിവരശേഖരണത്തിന് ഇറാൻ ഇപ്പോഴും വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. തദ്ദേശീയരായ ജനങ്ങളെ ചാരന്മാരെ കണ്ടെത്താനുള്ള നിരീക്ഷകരായി മാറ്റുന്നതിൽ ഇറാൻ വിജയിച്ചിട്ടുണ്ട്. ഈ തന്ത്രമാണ് വടക്കു പടിഞ്ഞാറൻ മേഖലയിലെ ചാരത്താവളം കണ്ടെത്താൻ സഹായിച്ചതെന്നാണ് സൂചന. വടക്കു പടിഞ്ഞാറൻ ഇറാനിൽ CIA മൊസാദ് സംഘത്തെ തകർത്തുവെന്ന IRGCയുടെ പ്രഖ്യാപനം പശ്ചിമേഷ്യയിലെ ചാരയുദ്ധത്തിലെ അതിനിർണായകമായ ഒരു അധ്യായമാണ്. വൻ ശക്തികളുടെ രഹസ്യ നീക്കങ്ങളെ അതിവിദഗ്ധമായി പ്രതിരോധിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഈ കേസിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നതോടെ അമേരിക്കയും ഇസ്രയേലും ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നാണ് അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുന്നത്.